ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഈ റെസിപ്പിക്ക് മുട്ടയുടെ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. നല്ല സിമ്പിളാണ്, നല്ല സോഫ്റ്റാണ് ബ്രെഡ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 250 ml ആണ്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ചേർത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. ഇപ്പോൾ സാധാരണ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഇട്ടതിന് ശേഷം 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. 1/4 കപ്പ് പഞ്ചസാര. ചേരുവകളെല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക, അളവ് വ്യത്യാസം വരരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അധികം നേരം വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. 1/4 കപ്പ് എണ്ണ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 3 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. നേരത്തെ നമ്മൾ കുഴച്ചെടുത്തപ്പോൾ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുഴയ്ക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുന്നത് മുകളിൽ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് വേറൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കണം. വീതി ബ്രെഡിൻ്റെ വീതി മതി. ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ വീതിയിൽ നമ്മളിങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കണം. 1 ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി ഈ റോൾ ചെയ്തെടുത്തത് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാന് എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. 75 രൂപ മുതൽ 100 രൂപയ്ക്കകത്തൊക്കെ വരുള്ളൂ. ഇതിപ്പം നോൺ സ്റ്റിക്ക് പാനാണ്, എങ്കിൽ പോലും നമ്മൾ എണ്ണ നന്നായിട്ട് തടവി കൊടുക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന പാത്രം അടപ്പുള്ള ടൈപ്പും കിട്ടും, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അടപ്പില്ലാത്തതാണ്. അടപ്പില്ലാത്തതാണെങ്കിൽ വെന്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് മുകൾ ഭാഗം വെടിച്ചൊന്ന് പൊട്ടി വരും. അടപ്പുള്ളതാണെങ്കിൽ അതിങ്ങനെ പൊങ്ങിയൊന്നും വരില്ല. കറക്റ്റ് ബ്രെഡിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് നേരത്തെ പോലെ തന്നെ നനഞ്ഞ തുണി മൂടിയിട്ട് 45 മിനിറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. താഴ്ഭാഗത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു തട്ടും വെച്ചിട്ടുണ്ട്. തട്ട് വയ്ക്കുന്നത് പാത്രം ഡയറക്റ്റായിട്ട് ഉപ്പിൽ ഇറക്കി വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അടയ്ക്കുന്ന അടപ്പിൽ വല്ല ഹോളും ഉണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ വല്ലതും വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നതിന് ശേഷം ബ്രെഡിൻ്റെ പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കണം. കുറേ നേരം തുറന്ന് വയ്ക്കരുത്, എന്നാൽ ചൂടിന് വ്യത്യാസം വരും. തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. ഇനി ഇത് 30 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ഒരു പപ്പടം കോലുവല്ലോ വെച്ചിട്ട് കുത്തി നോക്കുക. അകമൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഇത് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് സൈഡിൽ ഒരു കത്തി കൊണ്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എണ്ണ തേച്ചില്ലെങ്കിൽ ഇളകി വരാൻ നല്ല പാടായിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അകമൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ബ്രെഡാണ്, നല്ല ടേസ്റ്റുമാണ്. മുട്ടയുടെയും പാലിൻ്റെയും ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അധികം പാടൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.